ഊട്ടി വേണം ഇന്ന് നമുക്ക്. ഇത് ഞാൻ താമസിക്കുന്ന ഹോട്ടലാണ് മാംഗോ ഹിൽസ്. ടൗണിൽ തന്നെയാണ് ഊട്ടിയുടെ. അവിടെ നിന്നുള്ളൊരു കാഴ്ച. ആദ്യം ഞങ്ങൾ പോയത് രാവിലെ തന്നെ ബോട്ടിങ്ങിനാണ്. ബോട്ടിങ്ങിന് അത്യാവശ്യം നല്ല തിരക്കുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട് കേട്ടോ. ടിക്കറ്റൊക്കെ ഓൾറെഡി ഇവിടെ നിന്ന് എടുത്തു. ഞങ്ങള് ബോട്ട് കാത്തുനിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ കാത്തുനിന്ന ബോട്ട് വന്നു. ഞങ്ങൾ അതിൽ കയറി ബോട്ട് സവാരി തുടങ്ങി. നല്ല ടെമ്പറേച്ചറാണ് കേട്ടോ. ഇവിടെ ഒരു 10 ഡിഗ്രി ഒക്കെയാണ് ഇപ്പൊ ഉള്ളത്. നല്ല ഇട്ടുകിടാങ്ങനെ വിറയ്ക്കുന്നുണ്ട്. കോട്ടൊക്കെ ഉണ്ടെങ്കിലും കൂടിയിട്ടും മൂക്ക് ശ്വസിക്കുമ്പോഴൊക്കെ നല്ലൊരു ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ അരമണിക്കൂറോളം നീണ്ടു നിന്ന ഞങ്ങളുടെ ബോട്ട് സവാരി അവസാനിക്കാൻ പോവാണ് കേട്ടോ. ഇത് ബോട്ട് ഹൗസിൽ തന്നെ ആയിട്ട് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ള ടോയ് ട്രെയിൻ ആണ്. ഇതിൽ നമുക്ക് കയറണം എന്നുണ്ടെങ്കിൽ ഇവിടെ കൗണ്ടറിൽ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തിട്ട് ഇതിൽ കയറി ഇരുന്ന് ലേക്കിന്റെ അങ്ങറ്റം വരെ ഇത് നമ്മളെ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരും. അതിന്റെ ഇടയിൽ കൂടെ ഒരു തുരങ്കത്തിന്റെ ഇടയിൽ കൂടെ ഒക്കെ ഒരു പോകുന്ന ഒരു ഫീലൊക്കെ ഉണ്ട് നമുക്ക്. ചെറിയൊരു തുരങ്കമൊക്കെ അവർ ആർട്ടിഫിഷ്യലായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അവിടെ. അപ്പൊ അവിടെ വരെ കൊണ്ടുപോയിട്ട് നമ്മളെ തിരിച്ച് അതേപോലെ ഇവിടെ തന്നെ കൊണ്ടുവന്ന് ഇറക്കും. ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ടെലസ്കോപ്പ് ഹൗസിലാണ് ഇപ്പൊ വന്നിട്ടുള്ളത്. ഇവിടെ ഒരു വാച്ച് ടവർ ഉണ്ട്. അതിന്റെ മുകളിൽ കയറിയാൽ നമുക്ക് ചുറ്റിലുള്ള കാഴ്ചകൾ അത്യാവശ്യം നല്ല രീതിയിൽ കാണാൻ സാധിക്കും കേട്ടോ. കാണുന്നത്. ഇനി നമ്മൾ കാണാൻ വന്നിട്ടുള്ളത് ബൊട്ടാണിക്കൽ ഗാർഡൻ. ഊട്ടിയിലെ ഫേമസ് ആയ ബൊട്ടാണിക്കൽ ഗാർഡൻ. ഇവിടെ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് പലതരം ചെടികൾ ഭംഗിയായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് ഇഷ്ടമാവും. ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ലാൻഡ്സ്കേപ്പും ഇവിടുത്തെ ചെടികളുടെ അറേഞ്ച്മെന്റ്സും ഒക്കെ ഒന്ന് പറയേണ്ടത് തന്നെയാണ് കേട്ടോ. നമ്മളെ മനസ്സിനെ അത്രയും പിടിച്ചു നിർത്തുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ ചുറ്റിനും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാം. ആടിവാക്കാറ്റേ പാടിവാക്കാറ്റേ ആയിരം പൂക്കൾ നുള്ളിവാ. ഇത് ഊട്ടിയിലെ ഷൂട്ടിംഗ് പോയിന്റ് ആണ് കേട്ടോ. ഷൂട്ടിംഗ് പോയിന്റില് നിന്നുകൊണ്ടുള്ള കാഴ്ചകളാണ് ഇതെല്ലാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വേറൊരു ലോകത്ത് വന്ന പോലെയാണ്. കുറെ ആൾക്കാർ വന്നിട്ടുണ്ട് ഇതിന്റെ മുകളിലേക്ക്. ഇതിന്റെ താഴ്വാരത്ത് നിന്നിട്ട്, താഴ്വാരത്തിലാണ് നമ്മുടെ വണ്ടി വരുള്ളൂ. അവിടുന്ന് നമ്മള് ഇതിന്റെ ടോപ്പിലേക്ക് കയറി 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 ഇങ്ങനെ വരണം. എങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാലും ഇങ്ങനത്തെ മെഡോസ് തന്നെയാണ് ചുറ്റിലുമുള്ളത്. ഇതിന്റെ മുകളിൽ കയറി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഊട്ടി ഓൾമോസ്റ്റ് നമുക്ക് ഫുൾ ഏരിയ ഇങ്ങനെ കാണാം. ചുറ്റുമുള്ളത് കാണാൻ പറ്റും. അത് വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. നമ്മൾ ഇതിന്റെ ഏറ്റവും ടോപ്പിൽ കയറി നിന്നിട്ട് അവിടുത്തെ ആ ഒരു ടെമ്പറേച്ചറും പിന്നെ ഒരു കാറ്റും ഒക്കെ അടിപൊളി തന്നെയാണ്. സഞ്ചാരികളുടെ മനം മയക്കുന്ന പൈൻ ഫോറസ്റ്റ്, അവിടെയാണ് ഞാനിപ്പോ വന്നിട്ടുള്ളത്. ഊട്ടിയിലുള്ള നല്ല രസമാണ് കേട്ടോ. ഇങ്ങനെ ഇത് ആർട്ടിഫിഷ്യൽ ആണോ അതോ നാച്ചുറൽ ആണോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഇത് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് എല്ലാം. ഇവിടെ നിറച്ച് ആൾക്കാര് കാണാനായിട്ട് വന്നിട്ടുണ്ട്. നല്ല തണുത്ത ഒരു അന്തരീക്ഷത്തില് അടിപൊളിയാണ്. അതിന്റെ നേരെ താഴെ തന്നെയുള്ള ഒരു ലേക്കാണിത്. അതിന്റെ താഴ്വാരത്തില് ഇങ്ങനെ മുകളിൽ നിന്ന് നമ്മള് പൈൻ ഫോറസ്റ്റ് വഴി ഇറങ്ങി താഴേക്ക് വരുമ്പോ കാണുന്ന ഒരു ലേക്കാണ്. എനിക്ക് തോന്നുന്നത് ഇത് നമ്മളെ ബോട്ടിങ്ങിന്റെ ആ ഒരു ലേക്ക് ഇങ്ങോട്ട് ഇങ്ങനെ കയറി കിടക്കുന്ന ഒരു ഏരിയ ആണെന്നാണ് തോന്നുന്നത്. എന്തായാലും ഊട്ടി യാത്ര അടിപൊളിയായിരുന്നു കേട്ടോ. മറക്കാൻ പറ്റാത്ത യാത്രയാണ് ഊട്ടി. എല്ലാവരും പോയി കാണുക. ഇത് നമ്മുടെ ഊട്ടിയില് തന്നെയുള്ള വേറൊരു പോയിന്റ് ആണ് പൈക്കറ വാട്ടർഫോൾസ്. പൈക്കറ വാട്ടർഫോൾസ് കേട്ടോ.
ഇത് നമുക്ക് അവിടുന്ന് വണ്ടി വന്ന് നിൽക്കുന്നിടത്ത് നിന്ന് കുറച്ച് ഇങ്ങനെ ഇറങ്ങി നടന്നു വന്നാലാണ് നമുക്കിത് കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ബഗ്ഗി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുവഴി നമുക്ക് നടക്കാൻ വയ്യാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ അവര് നമ്മളെ ഇവിടെ ഈ പോയിന്റിൽ കൊണ്ടുവന്ന് എത്തിക്കും. എന്നാലും കുറച്ച് നടക്കണം കേട്ടോ. ഇത് അത്യാവശ്യം റിസ്ക് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ സമ്മറിൽ മാത്രമൊക്കെയാണ് ഇങ്ങോട്ട് കടത്തുള്ളൂ. അധികം മൺസൂൺ ആയിട്ടുള്ള ടൈമിലൊക്കെ ഇവിടെ അടച്ചിടുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ നിറച്ച് ഭയങ്കര ഷാർപ്പനായിട്ടുള്ള കല്ലുകളാണ് ഇതിലെ ഈ വാട്ടർഫോൾസിൽ മൊത്തത്തിൽ ഉള്ളത്. അപ്പോ നമുക്ക് തോന്നും വെള്ളമില്ല, പ്രശ്നമില്ല എന്ന് തോന്നിയാലും അതല്ല സത്യം. ഇത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു വാട്ടർഫോൾ ആണ് കേട്ടോ. ഊട്ടിയിൽ പോകുമ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞ ഈ പോയ സ്ഥലങ്ങളൊക്കെ മിസ്സാവാതെ കാണാൻ ശ്രമിക്കുക കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായോ എൻ്റെ വീഡിയോ? ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.